ഹായ് ഫ്രണ്ട്സ്, ഡ്രോപ്പ് ഷിപ്പിംഗ് സീരീസിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാത്ത പക്ഷം നമുക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്യാതെ നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ സ്റ്റോറിലേക്ക് വരില്ല, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യില്ല, ഓർഡേഴ്സ് കിട്ടില്ല. ഇങ്ങനെയുള്ളൊരു സംഭവങ്ങളും നമ്മൾ മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാതെ കിട്ടില്ല. സ്റ്റോറ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് വരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതിനുശേഷം പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാത്ത പക്ഷം നമ്മുടെ സ്റ്റോർ ഒരിക്കലും സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മുടെ സ്റ്റോർ മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഇന്ന് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോർ ഒരിക്കലും സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രയും സെൻസിറ്റീവായിട്ട് നിങ്ങൾ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ഹാൻഡിൽ ചെയ്യുക. കാര്യം നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിലേക്ക് ഒരാളെ പോലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കാര്യം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഓർഗാനിക്കായിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് വഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓർഗാനിക് ആണെങ്കിലും പെയ്ഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ യൂട്യൂബ്, ഇങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഗൂഗിൾ ആഡ്സ് ഉണ്ട്. ഗൂഗിൾ ആഡ്സ് ത്രൂ ഒക്കെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗൂഗിൾ ആഡ്സിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെർച്ച് ട്രെൻഡ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെർച്ച് ട്രെൻഡ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ടൂളുകളൊക്കെ ഉണ്ട് ഗൂഗിൾ ആഡ്സിൽ. അപ്പം ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബേസിൽ നമുക്ക് ആഡ്സ് റൺ ചെയ്യാവുന്നതാണ് ഗൂഗിൾ ആഡ്സിൻ്റെയൊക്കെ സൈഡിൽ നിന്ന്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ചേർന്ന് പറയുന്നതാണ് മെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റ ആഡ്സ് റൺ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്ട്സിന് സെയിൽസ് കൂട്ടാവുന്നതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്കൊരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെയിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതല്ല, ഇപ്പോൾ നമുക്ക് പെയ്ഡ് ആഡ്സ് വേണ്ട, നമുക്ക് ഓർഗാനിക് ട്രാഫിക് മതി, അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ട് നമുക്ക് റീച്ച് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനാണ് നമുക്ക് ഷോർട്സ് ഉള്ളത്, റീൽസ് ഉള്ളത്, പല സംഭവങ്ങൾ അതിന് വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ സപ്ലയറെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ആ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിവ്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ സ്റ്റോറിൻ്റെ പേജിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ലൈക്ക് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാര്യം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരസ്യം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പോസ്റ്റർ കണ്ടിട്ട് ആരും വിശ്വസിക്കണമെന്നില്ല. ഇന്നത്തെ കാലത്ത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതായത് ഒരാളുടെ ഫേസ് കണ്ടിട്ട് ഒരാളെ വിശ്വസിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചൂസ് ചെയ്യാൻ ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഞാൻ ബ്രാൻഡ് ചെയ്യാണ്. അപ്പം ഞാനൊരു ഇൻഫ്ലുവൻസറായി മാറി ഞാൻ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റോറിൻ്റെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഒക്കെ ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുന്നു, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ ആസ് എ പേഴ്സൺ ലൈക്ക് എൻ്റെ മുഖം വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫേസ് വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇടും. അപ്പം അതൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. എന്നിട്ട് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പം ഞാനൊരു ജെന്യുവൻലി എൻ്റെ ഫേസ് കാണിച്ച് ഞാനൊരു സ്റ്റോർ ബിൽഡ് ചെയ്ത് ആ സ്റ്റോറിൽ കൂടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചു, ആ പ്രൊഡക്റ്റിനെ ഞാൻ റിവ്യൂ ചെയ്തു, അതിനുശേഷം ആ പ്രൊഡക്റ്റ് ഞാൻ കസ്റ്റമർക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊരു കസ്റ്റമറിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞ മൊബൈൽ നമ്പർ ആണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇമെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മൊബൈൽ നമ്പർ ആണെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുകയാണെങ്കിൽ അതിൽ അവരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോക്ക് വരുന്ന സമയത്ത് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്പേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ പ്രൊമോഷൻസ് റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ
ഇപ്പം എന്താ പറയണേ റഷ് ടൈമിൽ ഇപ്പോൾ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വാട്സപ്പിൽ കൂടെ മാർക്കറ്റിങ്ങിന് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ടെലഗ്രാം മാർക്കറ്റിംഗ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ ടെലഗ്രാമിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ പല പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഇതിന് വേണ്ടി തന്നെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു ഏജൻസിനെ ഏൽപ്പിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് അതിനൊരു എക്സ്പെൻസ് വരുന്നതാണ്. ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യുക. പിന്നെ ഈ വരുന്ന വീഡിയോകളിൽ നമ്മൾ സ്റ്റോർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒരു ആഡ് റൺ ചെയ്യണം, എന്താണ് ആഡിൻ്റെ ബാക്കി കാര്യങ്ങൾ, എങ്ങനെ ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഓർത്ത് പേടിക്കുക വേണ്ട. ഇതിനെപ്പറ്റിയുള്ള ഫുൾ വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണം താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കണ്ടൻസ് ആണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്കൊരു ബ്ലോഗിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലോഗുകളൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ഗൂഗിളിൽ നിന്ന് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് അവിടെ ഓപ്പൺ ആയി കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് നമ്മുടെ സ്റ്റോറിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ വന്നിപ്പം ഞാനൊരു ഞാനൊരു കസ്റ്റമറാണ് പുറത്തുനിന്ന് വന്ന് ഞാനൊരു വെബ്സൈറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ റെഫറൽ കാണിക്കുന്നത് കണ്ടു. ഞാൻ റെഫറലിൽ കൂടി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്ത് ഫ്രണ്ട് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ കിട്ടുന്ന രീതിയിൽ ഒരു റെഫറൽ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വർക്കൗട്ട് ആകുന്നതാണ്. അപ്പം അങ്ങനെ ഇമെയിൽ മാർക്കറ്റിംഗ്, റെഫറൽ, വാട്സപ്പ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് പോലുള്ള മെറ്റ പ്ലാറ്റ്ഫോമുകൾ, ഗൂഗിള്, ഇതിൽ കൂടെ എല്ലാം നമുക്ക് ഓർഗാനിക്കും അതുപോലെ തന്നെ പെയ്ഡ് ആഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പെയ്ഡ് മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീപ്പായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്ത് കൂടെ ഉണ്ടാവുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.